കോഴിക്കോട് വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആവേശത്തിലേക്ക്. രണ്ട് മുന്നണികളിൽ നിന്നുമായി 4 സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പ്രകടനത്തോടുകൂടി കളക്ടറേറ്റിലെത്തിയ സ്ഥാനാർത്ഥികൾ എല്ലാവരും തികഞ്ഞ വിജയപ്രതീക്ഷയിലുമാണ്. വടകര മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കോഴിക്കോട് വടകര മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളായ എളമരം കരീം, KK ശൈലജ, NDA സ്ഥാനാർത്ഥികളായ MT രമേശ്, പ്രഫുൽ കൃഷ്ണൻ എന്നിവരാണ് ഇന്ന് കളക്ടറേറ്റിലെത്തി വരണാധികാരികൾക്ക് മുമ്പിൽ പത്രിക സമർപ്പിച്ചത്. കോഴിക്കോട് മണ്ഡലം സ്ഥാനാർത്ഥികൾ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനും വടകരയിലെ സ്ഥാനാർത്ഥികൾ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റും ഡെപ്യൂട്ടി കളക്ടറുമായ K അജീഷിനുമാണ് പത്രിക സമർപ്പിച്ചത്. സ്ഥാനാർത്ഥികളെല്ലാവരും വലിയ വിജയപ്രതീക്ഷയിലാണ്. മണ്ഡലങ്ങളിൽ ഇത്തവണ മാറ്റം വരുമെന്ന് LDF സ്ഥാനാർത്ഥികളും ജനങ്ങൾ മോദി ഗ്യാരണ്ടിയിലാണ് വിശ്വസിക്കുന്നതെന്ന് NDA സ്ഥാനാർത്ഥികളും പറഞ്ഞു. വലിയ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുമെന്നാണ് തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറയുന്നത്. ഇപ്പോഴും അതുതന്നെയാണ് അവസ്ഥ. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മളെക്കാൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാജ്യം ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വളരെ നന്നായി ജനങ്ങൾ മനസ്സിലാക്കുക. മോഡിയുടെ ഗ്യാരണ്ടി കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലും ജനങ്ങൾ വിശ്വാസപൂർവ്വം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് ഈ രണ്ട് ഘട്ട പര്യടനത്തിലും എനിക്ക് ബോധ്യമായിട്ടുള്ളത്. വടകരയിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മോഡിഫൈഡ് വടകരയാണ്. ഇത്രയും നാൾ അത് വടകര മോഡിഫൈഡ് വടകര ആയിരുന്നില്ല. പക്ഷേ ഇനി മുതൽ വടകര വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. വ്യാഴാഴ്ച വടകര UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതോടെ കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂട് ഇരട്ടിയാകും. അമൃത ന്യൂസ്, കോഴിക്കോട്.